മാസപ്പടി മകള് മേടിക്കുന്നില്ലേ? ആ മാസപ്പടിയിൽ ഒരു ഓഹരി അല്ല എന്ന് ചോദിച്ചേ. ഞങ്ങൾ ജനങ്ങളുടെ നികുതി ഭരിക്കണ കാശ് അതിലൊരു ഓഹരി ഞങ്ങൾക്ക് വേണമെന്നാ പറഞ്ഞത്. അതാ ഞങ്ങൾക്ക് വണ്ടി മേടിച്ചു തരാൻ പറഞ്ഞില്ല, കൊട്ടാരം പണിയാൻ പറഞ്ഞില്ല, ഇതൊന്നുമില്ല. ഞങ്ങൾക്ക് റേഷനരി വേണം. എനിക്കെന്നല്ല, ഇവിടെ പാവങ്ങൾക്ക് അതുപോലെ പെൻഷൻ വേണം. അത് പിണറായിയുടെ കുടുംബത്തിൽ നിന്ന് വേണ്ട, ഗുണ്ടകളുടെ വേണ്ട, ഇതിലൊന്നും വേണ്ട. ഞാൻ പകല് നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് അല്ലേ, രാത്രി അത് അവരുടെ തൊഴില. അത് പിണറായിയാണ് അവർക്ക് കോട്ട് തയ്പ്പിച്ചത്. പോലീസുകാർക്ക് കുറുവടി അതാരാ? പകരം പോലീസ് കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇയാളുടെ ഇടയ്ക്ക് കയറ്റി വിടുക. അത് അവരുടെ തൊഴില, പിണറായിയുടെ തൊഴില്. ആ ഗുണ്ടകട ആ തലയ്ക്ക് അടിച്ച് മുഴുവൻ പിണറായിയുടെ ഗുണ്ടകളാ കണ്ണൂരിൽ നിന്ന് വന്നതാ. അടി കണ്ടറിയാം. ഇതൊക്കെയാ ഞാൻ പറയുന്നത്. വലിയ പിന്തുണയുണ്ടായി, കോൺഗ്രസ് ഒക്കെ പിന്തുണച്ചു. അവര് വടി പിടിക്കണം. അവർക്ക് മനസ്സിലായില്ല. ഞാൻ അന്നേ പറഞ്ഞു, ഞാൻ പിണറായി ചോദിച്ച എല്ലാ പാർട്ടിയിലും പോകും. ഞാൻ സ്വതന്ത്രനാ. അപ്പൊ RS വിളിച്ചാ പോകും, മുസ്ലിം ലീഗ് വിളിച്ചാ പോകും, കോൺഗ്രസ് വിളിച്ചാ പോകും, BJP വിളിച്ചാ പോകും. ഇവര് വിളിച്ചാ പോവുകയില്ല. അത് പറ്റി പറഞ്ഞാച്ചാ ഇറങ്ങി. അപ്പൊ പിന്നെ ഒരാളുടെ പേര് പറയാ, ഞാൻ രാവും പോകും പകലും പോകും അന്നേ പറയണ്ടേ. ഞാൻ സ്വതന്ത്രനാ. കണ്ടത് പറയാൻ പോണതാ. അത് തന്നെയാ എന്റെ ശരി. കണ്ടത് പറയാം. ഇതിന് ദൈവം ഉണ്ട് എന്റെ പുറകെ. അവൻ മാത്രമാണ് ശത്രു. അതിന്റെ കൊണ്ടല്ലേ പിണറായിയാണ് ആ തലയ്ക്ക് എല്ലാം തെറ്റ ഒരാളാണ്. അവനതിന്റെ രാജാവ്, ഭരിക്കുന്ന രാജാവ്. അവനെ ഞാൻ പറയാം. അത് തന്നെയാ പറയാം. അവനെ തന്നെ, പിണറായിനെ. അവന്റെ ഗുണ്ടകളുണ്ട് കുറെ പോലീസുകാർ. അല്ല ആ പിള്ളേരെയൊക്കെ കാലം പിടിച്ച് ഒരു സ്ത്രീ ഒരു കൊച്ചിന്റെ വസ്ത്രം വെച്ച് കയറിയാണ്ടില്ല ആ ജാഥയില്. ഈ പോലീസ്, ഈ ഗുണ്ടാ പോലീസ്, ഈ പറഞ്ഞ പോകുമ്പോ ഈ പോലീസ് എന്ത് ചെയ്യും? അന്നേരം വെച്ച് കീറുവോ? നമുക്ക് കണ്ടറിയാം. ഈ പോലീസിന്റെ വിചാരം കാലാകാലം പിണറായി ഇവിടെ ഇരിക്കുന്ന അവരെ മനസ്സിലിരുന്നോട്ടെ. പോലീസിന്റെ പോകും. ഈ കാണിക്കുന്ന പോലീസ് എല്ലാം വന്ന് കാല് പിടിക്കുന്ന ഒരു സമയം ഉണ്ടാവും. നിങ്ങൾ നോക്കിയിരുന്നോ? എന്റെ അവസാന പോലീസിന്റെ അടി. അത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്നെ ആരും എനിക്കതിന് ശത്രു ഇല്ലാന്നേ. ആരും ഈ എനിക്ക് ശത്രു ഉണ്ടെങ്കിൽ അതിന് പാവക്ക് ശത്രു ഉണ്ടെങ്കിൽ ഈ പിണറായി മാത്രമേ കൊണ്ടുള്ളൂ. ഈ കണ്ണൂരിൽ നിന്ന് വരുത്തണോ? ഇവിടെ ശത്രു ഉണ്ടോ? കണ്ണൂരിൽ നിന്ന് വരണോ? ഇവിടുത്തെ പോലീസ് അല്ല പിള്ളേര് പോരെ. അപ്പൊ കണ്ണൂരിൽ നിന്ന് കൊണ്ടാനെ കൊണ്ടുകളെ അത് അവിടെയാണ് ഇതിന് പ്രത്യേകം വെച്ചേക്കണത്. മനസ്സിലായോ? അത് ഇല്ല.